പെൻഷൻകാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറം ഓഫ് റീസെന്റ് റിട്ടയർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് കൂട്ടായ്മ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും. ജനുവരി 16 മാർച്ചും ധർണയും ഒരുക്കുക. 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒരു വിഭാഗം പെൻഷൻകാർക്ക് നിഷേധിച്ച് സർക്കാർ വിവേചനം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് 2021 ശേഷം സർവീസിൽ നിന്നും വിരമിച്ചവർ സമരത്തിന് ഒരുങ്ങുന്നത്. പെൻഷൻകാരെ 2 തട്ടിലാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് സർക്കാരെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. തൽക്കാലം അത് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് പറഞ്ഞത്. ഈ ഉത്തരവിന്റെ ഈ സർക്കുലറിന്റെ വെളിച്ചത്തിൽ ഇതുവരെ 2023 മാർച്ച് 31 ശേഷം റിട്ടയർ ചെയ്ത കേരളത്തിലെ മൊത്തം ജീവനക്കാർക്കും അധ്യാപകർക്കും ഇതുവരെയായിട്ട് ഒരു ഗതി പോലും ശമ്പള കുടിശ്ശിക നൽകിയിട്ടില്ല. ഇത് നൽകാൻ വേണ്ടി ഞങ്ങൾ വ്യക്തിഗതമായിട്ടും ഗ്രൂപ്പായിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ നമ്മുടെ ഭരണ സമിതിയിലേക്കും പ്രതിപക്ഷ നേതാവിനും എല്ലാവർക്കും നമ്മൾ ഒരു ലെറ്റർ അയക്കുകയും അതിനൊരു മറുപടി കാണാനിട്ട് ഒരു ഭീമമായ ഹർജി 2978 പേർ ഒപ്പിട്ട ഒരു ഭീമ ഹർജി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകി. ആ ഫയൽ ഇപ്പോ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്തത് കൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച 2025 ജനുവരി 16 സെക്രട്ടേറിയറ്റ് നിലയിൽ ഒരു മാർച്ചും ധർണയും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. PP സൈതലവി, വി നാരായണൻ, ബാബു, VP സുന്ദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.